Hello friends, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറന്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ ആണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാനൊരു ചെറിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതളുകളെല്ലാം ഞാൻ മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് വെക്കുക, വലുതാക്കി എടുക്കണ്ട. ഇനി ഇതൊന്ന് നമുക്കൊരു 3 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ടൊന്ന് എടുക്കാം. അപ്പോൾ നല്ല തിളക്കുന്ന വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ ഞാൻ മഞ്ഞൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ മഞ്ഞൾ ഇടുന്ന ആൾ അതും ഇടും. അപ്പോൾ ഇത് നമുക്കൊന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് എടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ ഓവറായിട്ട് കുക്കൊന്നും ചെയ്യേണ്ട, നന്നായിട്ട് അങ്ങനെ വേവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു തള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഡ്രൈൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് സ്റ്റൗ. ഇനി നമുക്കൊന്ന് ഇതൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഡ്രൈൻ ചെയ്തെടുത്ത് വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അത് കുറവായിരുന്നു, അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ പെപ്പർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ബ്ലാക്ക് പെപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. മൈദപ്പൊടിയാണ് വേണ്ടുന്നത്. ഒരു 1/2 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കോൺഫ്ലവർ. ഇനി ഇതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കറക്റ്റാക്കി, വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അങ്ങനെ കൂടുതൽ വെള്ളം ആദ്യം തന്നെ ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടുന്നത്. ഈ ഒരു തിക്കിലെടുത്താൽ മതി. ഇതുപോലെ കിട്ടണം. ഈ ഒരു രീതിയിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോൺഫ്ലവറും പെപ്പറും ഇട്ട് വെച്ചാൽ ആ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ബാറ്ററിലിട്ടിട്ട് ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ്പ് ഫ്രൈ വേണ്ട. ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ എല്ലാ കോളിഫ്ലവറും നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളി ഗോബി മഞ്ചൂരി ഉണ്ടാക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. നമ്മളെല്ലാ കോളിഫ്ലവറും ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നിങ്ങൾ പൊടികൾ എടുക്കുമ്പോൾ മൈദപ്പൊടി 1 കപ്പാണെങ്കിൽ 1/2 കപ്പ് കോൺഫ്ലവർ ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ക്രിസ്പി ആകുമ്പോൾ നമുക്ക് മാറ്റിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിനും ചെറുതാണെങ്കിൽ ഇതിനും ചെറുതായിട്ട് കോളിഫ്ലവർ എടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റാം. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ നമുക്കൊന്ന് മാറ്റിക്കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ മാറ്റിയാൽ മതി ഓയിലിൽ നിന്ന്. ഇനി ഇതിന് വേണ്ടിയിട്ടൊരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ കെച്ചപ്പ്. അതിന് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം, സുർക്ക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ
കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കോൺഫ്ലവർ കട്ട പിടിക്കാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്തൊരു പാൻ വെക്കുക. അതിലൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കവും ഒരു ചെറിയ സവാളയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതിൽ പച്ചമുളകും ഉണ്ട്. അപ്പോൾ ക്യാപ്സിക്കവും സവാളയും നമുക്ക് ആ ചൂടുള്ള നെയ്യിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ കരിഞ്ഞു പോകാണ്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു 2-3 മിനിറ്റ്. എന്നിട്ട് ഒന്ന് കുക്കായതിന് ശേഷം നമുക്കിതൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതിൽ ഒരു 3-4 പച്ചമുളകും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എരിവിൻ്റെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ സോസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. സോയാ സോസിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാമല്ലോ. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവറും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കോളിഫ്ലവറും സോസും എല്ലാം മിക്സാക്കി എടുക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എല്ലായിടെയും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഗോബി മഞ്ചൂരി അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയനും കൂടി ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെയുള്ള അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ അഭിപ്രായം പറയുക. അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്.